ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സാധന ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും ഷിബി മോൻസിസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവ് ഒരു വലിയ അത്ഭുതം തൻ്റെ പുതിയ ജോലിക്ക് വേണ്ടി ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ 2 മക്കളും കഴിഞ്ഞ 1 മാസമായി പനിയാൽ ഭാരപ്പെടുന്നു. പൂർണ്ണമായി സൗഖ്യം വെളിപ്പെട്ട് വരേണ്ടതിനായിട്ടും, ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ഒരു ഉയർച്ച ദൈവം നൽകുകയും ചെയ്യേണ്ടതിനായിട്ട്, ഇവരെ കുടുംബമായി ദൈവം ആ ദേശത്തിൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? കർത്താവിൻ്റെ ഒരു വലിയ അത്ഭുതം ഈ മകൾ കാണേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, എൻ്റെ കൂടെ നിങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണം. കാരണം ഇയ്യോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ വിഷയത്തിനകത്തും ദൈവം മറുപടി പറയാൻ പോയി. കാരണം നമ്മുടെ കർത്താവ് മുഖപക്ഷമില്ലാത്തവനാണ്. അല്ലെങ്കിൽ ഉള്ളമുരുകി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ ഈ കുടുംബത്തിൽ ഇവർ മുഖാന്തരമാണ് ഇന്ന് ഈ എപ്പിസോഡ് കടന്നു പോകുന്ന ആർക്ക് കടക്കാരനല്ലാത്ത ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഷിബിസസിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു വലിയ ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവേ, ഈ സഹോദരിയുടെ പുതിയ ജോലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ വഴി അത്ഭുതമായി തുറക്കണമേ അപ്പ. 2 മക്കളുടെയും കഴിഞ്ഞ 1 മാസമായി ശരീരത്തോട് വാദിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തെ അലട്ടുന്ന ആ പനിക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എപ്പിസോഡ് തീർന്നു കഴിയുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യം കർത്താവ് അതിനകത്ത് അയക്കുന്നതിനായി നന്ദി. കർത്താവെ, അടിപ്പിടാനുള്ള സൗഖ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഹസ്ബൻഡിൻ്റെ ജോലി ഉയർത്തണമേ അപ്പ. ഈ കുടുംബത്തെ മുറ്റും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാനെ ചലിക്കണമേ അപ്പ. കർത്താവിൻ്റെ കരം ആഴമായി ഇവരെ സ്പർശിക്കേണ്ടതിനായി, ഇവർക്ക് വേണ്ടി പുത്തൻ വഴികളും സന്തോഷ വാർത്തകളും വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരം അവരുടെ വെളിയിൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. കടന്നു വന്നാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവരായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. കർത്താവിൻ്റെ വലിയ ദയയാണ്, കർത്താവിൻ്റെ വലിയ കൃപയാണ്, കർത്താവിൻ്റെ ആ കരമാണ് ഓരോ ദിവസവും ഈ എപ്പിസോഡിൽ പ്രവർത്തിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന അനേകര വഴികൾ ഓരോ ദിവസവും തുറക്കുന്നതിനായിട്ട് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയാൽ 2012 മുതൽ കർത്താവ് ഇതിനെ അത്ഭുതകരമായി നടത്തി. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത കാണാൻ ദൈവം എന്നെ ഇടയാക്കി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് അത് അനേക സ്ഥലങ്ങളിൽ ആരാധനയായി മാറി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും അത് വലിയ അത്ഭുതമാകാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അടുക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല കേട്ടോ. അല്ലെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യോഹന്നാൻ വിളിച്ചു പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അത് ദൈവമായി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന അത്ഭുതകരമായ വചനത്തിൻ്റെ ശക്തി, നമ്മെ സൗഖ്യമാക്കുന്ന വചനത്തിൻ്റെ ശക്തി. ഞാൻ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് വലിയ സാക്ഷ്യങ്ങളുണ്ട് പ്രിയരെ. കർത്താവിൻ്റെ വലിയ വിശ്വസ്തത. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു സഹോദരി 4 വർഷമായിട്ട് കോവിഡിൻ്റെ സമയത്ത് ശരീരം തളർന്നു പോയതാണ്, എണീക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ എപ്പിസോഡ് 5:30 കണ്ടുകൊണ്ടിരുന്നു. അവസാനമായപ്പോൾ അറിയാം, കാലിന് ശേഷിയില്ലാത്തവർക്ക്, ബലക്കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്
സമയത്ത് ആ സൗകര്യം കാലിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ സഹോദരി ഹല്ലേലൂയ തനിക്ക് നടക്കാൻ പറ്റത്തില്ലെന്നുള്ളത് മറന്നുകൊണ്ട് തന്നെ TV ഓഫ് ചെയ്യാൻ തനിയെ എഴുന്നേറ്റു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നെ കൂടെ ആശ്ചര്യപ്പെടുത്തുന്ന അനേക ടെസ്റ്റിമണികൾ ഇതിനകത്ത് വരാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി തീരാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമുക്ക് ഹല്ലേലൂയ ഈ വചന സന്ദേശം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം അവനിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് റോമാലേഖനം വ്യക്തമായി വിളിച്ചു പറയുന്നു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ല. 25-ാം സങ്കീർത്തനം പറയുന്നു, അവനെ കാത്തിരുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ ലജ്ജിപ്പിക്കാത്ത ഹല്ലേലൂയ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ വെളിപ്പെടാൻ പോവുകയാണ്. ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാനൊരു ഭയങ്കര ദൈവപ്രവൃത്തിയാണ് ഈ എപ്പിസോഡിനകത്ത് വിശ്വസിക്കുന്നത്. അറിയാം, നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ ആ രക്തത്തിൽ മറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഹല്ലേലൂയ ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് അറിയാം അസൂയയുടെ ശക്തിയെ എങ്ങനെ ജയിക്കാൻ കഴിയും. ഒരാളുടെ മേളിൽ അസൂയയുടെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹല്ലേലൂയ വേഗത കുറയാൻ ചാൻസ് ഉണ്ട്, അവൻ്റെ നന്മകൾ അടയാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ നിങ്ങൾക്ക് വിരോധമായി അസൂയയുടെ ശക്തി എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ എപ്പിസോഡിനകത്ത് മനസ്സിലാകും. കഴിഞ്ഞ എപ്പിസോഡുകളുടെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തൊടാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിൽ ഒരു ഭാഗം തൊടുകയാണ്. യോസെഫ് താൻ കണ്ട സ്വപ്നം തൻ്റെ അപ്പനോട് അറിയാം തൻ്റെ സഹോദരന്മാരോടും പറഞ്ഞതായി കാണുകയാണ്. അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ ആ ഉയർച്ചയുടെ സ്വപ്നം കേട്ടിട്ട് തന്നെ ശാസിച്ചു. കാരണം അറിയാം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് താൻ കണ്ട സ്വപ്നം. ഹല്ലേലൂയ ആ പിതാവ് അവനെ ശാസിച്ചതായിട്ട് യാക്കോബ് അവനെ ശാസിച്ചു. പക്ഷേ 11 സഹോദരന്മാർക്കും അവനോട് അസൂയ തോന്നിയ ആ സമയം മുതൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, അവൻ്റെ വഴികൾ അവർ അടച്ചു. അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടുന്ന് അടിമച്ചന്തയിലേക്കും അവിടുന്ന് പൊത്തീഫറിൻ്റെ വീട്ടിൽ നിന്നും അവിടുന്ന് കാരാഗ്രഹത്തിലേക്കും കടന്നുപോയി. എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഒരു വലിയ 13 വർഷത്തെ എതിരാണ്. ഒരു ഉയർച്ചയുമില്ല, തൊടുന്നതെല്ലാം വിരോധമായി നിൽക്കുന്നത് പോലെ അത് എങ്ങും ഉയരാൻ പറ്റാത്തൊരു അനുഭവം. എന്നെ കേൾക്കുന്നവരെ അറിയാം, ഒറ്റ കാര്യമാണ് സംഭവിച്ചത്. ഒരു അസൂയയുടെ തുടക്കമാണ് സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത്. പക്ഷേ കാണിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് ദൈവം ഉയർത്തി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ച കടന്നു വരും. എന്നാൽ ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ശ്രദ്ധിക്കുന്നത്. അറിയാം, ഒരു വ്യക്തിയിൽ അസൂയ വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അറിയാം, കർത്താവ് അനുഭവിച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും എന്നെ കഴിയുന്ന രീതിയിൽ ഇത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം പറഞ്ഞു വെച്ച വാക്യം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 14-16 വാക്യമാണ്. അതൊന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് വരണമെന്ന് ഓർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരോധമായി വ്യാജം പറയുകയോ അരുത്. POC ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് കടുത്ത അസൂയയോ സാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ഒന്ന്, സത്യത്തിന് വിരോധമായി ചലിക്കാൻ തുടങ്ങും, സത്യത്തെ നമ്മൾ മറയ്ക്കും. രണ്ടാമത്തത്, വ്യാജം വെളിപ്പെടാൻ തുടങ്ങും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ നിൻ്റെ നന്മയെ അടയ്ക്കാനായിട്ട്. അറിയാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളൊരു ഉയർന്ന സർക്കാർ ഓഫീസിലേക്കോ ബാങ്കിലോ ഒക്കെ ചെല്ലുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അറിയാം, നിങ്ങൾ ഒരു സാമ്പത്തിക വിഷയത്തിനോ ഒരു പേപ്പർ വർക്കിനോ ഒക്കെ ചെല്ലുകയാണ്. നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആ ഓഫീസറിന് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ പോയിട്ട് പിന്നെ വരാൻ. ഹല്ലേലൂയ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന പേപ്പർ പോരാ, തടസ്സങ്ങൾ പറഞ്ഞ് അറിയാം സത്യത്തെ മറച്ചു കളയുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് ജയം പറയാൻ പറ്റും. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ തടസ്സങ്ങളെ മാറ്റുന്നതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നും യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. ആ നിലയിൽ അറിയാം സത്യത്തിന് വിരോധമായി അറിയാം വ്യാജം പറയുന്ന അനുഭവങ്ങളിലേക്ക് വരും. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ കടുത്ത അസൂയ വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത് കാണാൻ കഴിയും. അതേപോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നവര് 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ ഇതിനേക്കാൾ ഒന്നുകൂടെ ആഴം യാക്കോബ് പറയാണ്. 16-ാമത്തെ വാക്യം, എവിടെ അസൂയയും സാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. ഇത് ഞാൻ POC ട്രാൻസ്ലേഷനാണ് വായിച്ചത്. എവിടെ അസൂയയും സാർത്ഥമോഹവും ഉണ്ടോ അവിടെ സംഭവിക്കാൻ പോകുന്നത് ക്രമക്കേടുകൾ സംഭവിക്കും. 2, അവിടെ ദുഷ്കർമ്മങ്ങൾ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഡിസോർഡർ ആൻഡ് എവരി ഈവിൾ തിങ് എന്ന് പറഞ്ഞാൽ ഡിസോർഡറുകൾ സംഭവിക്കും, ക്രമക്കേടുകൾ സംഭവിക്കും. രണ്ടാമത്
ഹല്ലേലൂയ. അവിടെ ഈവിൾ ആക്ടിവിറ്റികൾ ഓപ്പൺ ആകും. ഈവിൾ തിങ്സ് എന്ന് പറയുന്ന ദുഷ്കർമ്മങ്ങൾ, ഈ അസൂയയുടെ കടുത്ത അനുഭവങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഒരു കുടുംബത്തിന് നേരെ, ഒരു വ്യക്തിക്ക് നേരെ പിശാചും മനുഷ്യനും ചേർന്ന് അവൻ്റെ വഴികളെ അടച്ചു കളയാൻ നോക്കുന്നത്, അവൻ്റെ ഉയർച്ച അടയ്ക്കാൻ നോക്കുന്നത്. അങ്ങനെ അസൂയയുടെ രൂപങ്ങൾ വെളിപ്പെട്ട് പല കുഞ്ഞുങ്ങളുടെയും വിവാഹം അടഞ്ഞുപോയതും പല നന്മകളും ഹല്ലേലൂയ അടഞ്ഞുപോയതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. പലരും ഇന്ന് ജോലി നഷ്ടപ്പെട്ടു പോയതും ഉയരാൻ കഴിയാതായി പോയതും ഒക്കെ ഈ മേഖലകളിലാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് 5 വിധ അസൂയകളുണ്ടെന്ന് പറഞ്ഞു. ഞാനത് തൊടുകയാണ്. ഒന്ന്, പ്രൊഫഷണലായിട്ട് ജോലി നിലയിൽ വെളിപ്പെടുന്ന അല്ലെങ്കിൽ ഒരേ ബിസിനസ് നിലയിൽ വെളിപ്പെടുന്ന അസൂയകളുണ്ട്. 2, സോഷ്യലായിട്ട് അല്ലെങ്കിൽ സാമൂഹിക മേഖലയിൽ വെളിപ്പെടുന്ന അസൂയ. ഒരു സഭയിലായിക്കോട്ടെ, ദേശത്തിലായിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു ഉയരാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് വിരോധമായി വെളിപ്പെടുന്ന അസൂയ. 3, മെറ്റീരിയലായിട്ട് വെളിപ്പെടുന്ന അസൂയ. നിങ്ങൾക്കൊരു നല്ല വീടോ നല്ല കാറോ നല്ലൊരു ജോലിയോ ഒക്കെ കിട്ടിയാൽ അതിന് വിരോധമായി ചലിക്കുന്ന അസൂയകളുണ്ട്. 4, സഹോദരൻ. ഒരു കുടുംബത്തിൽ തന്നെ 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളൊന്ന് ഉയർന്നാൽ മറ്റുള്ളവർക്ക് വെളിപ്പെടുന്ന യോസേഫിൻ്റെ മുന്നിൽ വെളിപ്പെട്ടതുപോലുള്ള അസൂയ. 5, നിങ്ങളുടെ തലമുറയോടുള്ള അസൂയ. ഹല്ലേലൂയ. വിദേശത്തേക്ക് ഒരു വഴി തുറക്കുകയോ നല്ലൊരു കല്യാണം നടക്കുകയോ അല്ലെങ്കിൽ ഹല്ലേലൂയ കുടുംബത്തിനകത്തൊരു ഉയർച്ച വരികയൊക്കെ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേളിൽ അല്ലെങ്കിൽ മക്കളുടെ മേളിൽ വെളിപ്പെടുന്ന അസൂയയാണ്. ഹല്ലേലൂയ. മക്കൾക്ക് നല്ലൊരു സൗന്ദര്യമുള്ള കുഞ്ഞ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ ഒന്ന് പറയാം, നിങ്ങളുടെ കുഞ്ഞിന് വിദേശത്തേക്ക് ഒരു പഠിക്കാനൊരു വഴി തുറന്നു, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു വിവാഹം നടന്നു, ആ ഉയർന്ന അനുഭവങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഹല്ലേലൂയ അവിടെ വെളിപ്പെടുന്ന ഒരു അസൂയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്കത് ഉണ്ടായില്ലല്ലോ. ഇതിനകത്തെല്ലാം ഈ അസൂയകൾ വെളിപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് കമ്പാരിസനാണ്. ഹല്ലേലൂയ. താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനോട് ചേർന്ന് മറ്റൊരാൾ പറയുന്നു, ആ കുഞ്ഞിനെ പോലെ ആകുന്നില്ലല്ലോ, ഹല്ലേലൂയ, ആ കുഞ്ഞിനെ പോലെ സൗന്ദര്യമില്ല, ആ കുഞ്ഞിനെ പോലെ ആക്റ്റീവല്ല, ആ കുഞ്ഞിനെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ വെളിപ്പെടുന്നതാണ്. ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ് അസൂയ? അസൂയ എന്ന് പറയുന്നത് 2 പേർ ഒരുമിച്ച് ഒരു ജോലിയിൽ കയറി, ഹല്ലേലൂയ, 2 പേർ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞു, ഈ നിലയിൽ നിൽക്കുമ്പോൾ ഒരാൾ ഉയരാൻ തുടങ്ങുമ്പോൾ, പെട്ടെന്ന് ഉയരാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ, ആ ഉയരാൻ തുടങ്ങുന്ന വ്യക്തിക്ക് വിരോധമായി മറ്റേ വ്യക്തിയിൽ വെളിപ്പെടുന്ന, ഉള്ളിൽ വെളിപ്പെടുന്ന ഒരു വിങ്ങലാണ് അസൂയ, അല്ലെങ്കിൽ ഉള്ളിൽ വെളിപ്പെടുന്ന ഒരു പെയിനാണ്. അയ്യോ, എനിക്ക് ഉയരാൻ പറ്റിയില്ലല്ലോ. അതിനെ തുടർന്ന് അകത്ത് വെളിപ്പെടുന്ന ഫിയർ, അവനെപ്പോലെ എനിക്ക് ആകാൻ പറ്റത്തില്ലേ, എൻ്റെ നന്മകൾ അടഞ്ഞു പോകും, ഇങ്ങനെ വെളിപ്പെടുന്ന ഫിയർ. ഇതെല്ലാം അസൂയകളാണ്. അത് നമ്മുടെ നന്മകളെ അടച്ചു കളയാം. അല്ലെങ്കിൽ ആ നിലകളിൽ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ നിലകളിൽ വെളിപ്പെടുന്ന അസൂയകളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിനകത്ത് ആ തലങ്ങളിൽ ജയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടെ നമ്മൾ തൊടാൻ പോകും. ആ അസൂയയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അസൂയയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതിന് മുമ്പായിട്ട് ഒരു വാക്യം കൂടെ നമുക്ക് തൊടാൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, സദൃശവാക്യം 23-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്, അവൻ്റെ സാധുഭോജ്യങ്ങളെ ആഗ്രഹിക്കുമരുത്, അവൻ തൻ്റെ മനസ്സിൽ കണക്കൂട്ടുന്നത് പോലെ ആകുന്നു, തിന്നുക കുടിച്ചു കൊള്ളുക എന്നവൻ നിന്നോട് പറയും, അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. ഹല്ലേലൂയ. അതിനകത്താണ് ഈ ദുഷ്കർമ്മങ്ങളൊക്കെ വെളിപ്പെട്ട് വരുന്നത്. നമ്മുടെ ഹല്ലേലൂയ വിശ്വാസ മേഖലയിൽ പറഞ്ഞ കൈവശ ശക്തികൾ എന്നൊക്കെ പറയുന്നത് പോലെ നന്മകളെ തടയുന്നത്. ചിലവർക്ക് ചില ആഹാരം കഴിച്ചു കഴിയുന്നതോടെ തന്നെ ഹല്ലേലൂയ അവരുടെ ഉയർച്ച തടയപ്പെട്ടു പോകുന്നതുപോലെ, ശരീരത്തിനകത്ത് ഭയങ്കര ചൊറിച്ചിലുകൾ അനുഭവിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. ഇനി ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ ഉയർച്ചയായി തീരട്ടെ. ഹല്ലേലൂയ. നിങ്ങളോട് അസൂയുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ ഉയർച്ചകൾ കണ്ടാൽ അത് കാണാത്തതുപോലെ പോകുന്ന ചിലവരെ കാണാൻ പറ്റും. ഒരു നന്മ അതിനകത്ത് പറയത്തില്ലവർ. ഹല്ലേലൂയ. ഇതൊരു നന്മയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞിന് സ്കൂളിൽ ഉയർന്നൊരു മാർക്ക് കിട്ടി, ഹല്ലേലൂയ, അല്ലെങ്കിൽ നല്ലൊരു കല്യാണം വന്നു, പക്ഷെ അവർ പറയും, ഇതൊന്നും വലുതല്ല എന്ന് പറയും. ഹല്ലേലൂയ. അതേപോലെ രണ്ടാമത്തെ അസൂയയുടെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മളോട് ആ അസൂയുള്ളവർ മത്സരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോൾ നമ്മളെ എന്തെങ്കിലും അതിനകത്തൊന്ന് താഴ്ത്തി പറയാതെ അവർക്കൊരു സ്വസ്ഥത വരത്തില്ല. ഹല്ലേലൂയ. ആ തലത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. മൂന്നാമത്തത്, ഹല്ലേലൂയ, നിങ്ങളറിയാതെ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളുടെ വഴികളെ അടയ്ക്കാൻ നോക്കും. ബാഡ് ആൻസറുകൾ അല്ലെങ്കിൽ ബാഡ് കമൻറ്റുകൾ പറയാൻ തുടങ്ങും. ആ നിലകളിൽ വഴി അടയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രസംഗം കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ആ പാസ് പ്രസംഗിച്ചത് അനുകരിക്കുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത് പോലെ നിങ്ങളെ അനുകരിക്കുന്നതിൽ നിങ്ങൾ നടക്കുന്നത്, നിങ്ങളുടെ സ്റ്റൈല്, അല്ലെങ്കിൽ ഇതെല്ലാം കാണിച്ച് മാറി നിന്ന്
കളിയാക്കുന്നത് പോലെ നിൽക്കുന്നവർക്ക് നിങ്ങളോട് കടുത്ത അസൂയായിരിക്കാം. ഹല്ലേലൂയ. അതേപോലെ തന്നെ 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ തലമുറയ്ക്കോ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയാൽ അതേ ജോലിക്കോ അല്ലെങ്കിൽ ആ കോളേജിലോ അഡ്മിഷന് വേണ്ടി അടുത്ത ദിവസങ്ങൾ അവർ ട്രൈ ചെയ്യുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവൻ്റെ കുഞ്ഞ് അവിടെ ജോലി കിട്ടി, എൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് അവിടെ കിട്ടുന്നില്ല? ഹല്ലേലൂയ. ഒരു നല്ല കാറ് വാങ്ങിച്ചു, എന്തുകൊണ്ട് നമുക്ക് ആ കാറ് വാങ്ങിച്ചുകൂടാ? അറിയാം. നല്ലൊരു വീട് കിട്ടി, നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആ നിലകളിൽ വരും. ഈ അസൂയ വെളിപ്പെടുമ്പോഴാണ് അസൂയുള്ള കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ സഹോദരിമാരിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ മേളിൽ അസ്വസ്ഥതകൾ മാത്രമായിരിക്കും. നിങ്ങൾക്കിതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പ്രശ്നങ്ങളും കലഹവുമായിരിക്കും ആ വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം 6 സൈനുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാലും 1-2 കാര്യങ്ങളോട് വേഗത്തിൽ ഓർപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ അസൂയുള്ളവർ ചില സമയങ്ങളിൽ വന്ന് എതിർക്കും. ആ എതിർക്കുന്നതോടെ നമ്മുടെ പോസിറ്റീവ് എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ, നമ്മുടെ നന്മയെല്ലാം അടച്ചു കളയുന്നത് പോലെ അവർ നമ്മോട് വിരോധം കാണിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മോട് നേർക്ക് വന്ന് വഴക്കിടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. അറിയാം. അടുത്ത ഒരു തലമെന്ന് പറയുന്നത്, നമ്മളറിയാതെ അറിയാം നമുക്ക് വിരോധമായിട്ട് അവർ എത്ര പൈസ മുടക്കിയാണെങ്കിലും നമ്മുടെ ജോലിയുടെ നന്മ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യത്തെ, മക്കളുടെ അതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ അവർ ശ്രമിക്കും. അതാണ് മന്ത്രവാദമെന്നോ അല്ലെങ്കിൽ ആഭിചാരമോ ഒക്കെ പറയുന്നത്. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങളറിയാതെ നിങ്ങളുടെ ബോസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെ നിന്നാണോ ഈ നന്മ വരുന്നത് അതിനെ അവർ മനഃപൂർവ്വം അടയ്ക്കുവാൻ നോക്കും. ഹല്ലേലൂയ. മനഃപൂർവ്വം അടയ്ക്കാൻ നോക്കും. ഹല്ലേലൂയ. ഇതെല്ലാം അസൂയയുടെ ലക്ഷണങ്ങളാണ്. ഇനി ഇത് ചില രോഗശക്തികളായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കാം. വചനം നമ്മൾ പറഞ്ഞതുപോലെ കണ്ണുകടിയൻ്റെ അപ്പം തിന്നരുത് എന്ന് പറഞ്ഞതുപോലെ ആ നിലയിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ കൈവശ ശക്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഉയർക്കുന്നത് പോലെ തോന്നും. ഹല്ലേലൂയ. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഇത് ഗ്യാസിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്കാനിങ്ങോ ഒന്നും എടുത്താൽ ഇത് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ ശക്തി ഉള്ളിൽ കിടക്കുന്നതാണ്. അതിനെ പ്രാർത്ഥനയ്ക്കല്ലാതെ മാറ്റുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസിനോ ലോകത്തിനോ ഇത് മനസ്സിലാകത്തില്ല. അടുത്തത്, നിങ്ങളുടെ ശരീരത്തിനകത്ത് വല്ലാത്ത ചൊറിച്ചിലായിരിക്കും. ഹല്ലേലൂയ. ചൊറിച്ചിൽ കാലിൻ്റെ മേളിൽ, കൈയുടെ മേളിൽ. ഹല്ലേലൂയ. ചിലവരങ്ങ് ചൊറിഞ്ഞ് ശരീരം മുഴുവൻ പൊട്ടുന്നത് പോലുള്ള അനുഭവങ്ങൾ വരുന്ന കാണാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തൊരു സൈനാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് കറുത്ത പാടുകൾ വരുന്നത് പോലെ. ഹല്ലേലൂയ. പിന്നെ ഈ ശക്തി ദുർക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്കയെപ്പോലെ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് പറ്റിപ്പിടിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തൊരു തലമാണ് നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെയും കാഴ്ച കുറഞ്ഞു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. അറിയുക. പിന്നെ അടുത്ത ഏറ്റവും മേജറായിട്ടുള്ളത് പെട്ടെന്ന് വരുന്ന ആക്സിഡൻറ്റുകൾ. അറിയുക. പെട്ടെന്ന് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ. ഇതെല്ലാം ഇതിൻ്റെ സൈനുകളാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇത്രയും സൈനുകളോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് ജയം പ്രാപിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് ഉയർച്ച പ്രാപിക്കാൻ പറ്റും, അതുകൂടെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിനാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഇതിനെ ചലിപ്പിക്കാൻ കഴിയും. 2 വാക്യങ്ങളൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. താഴോട്ടുള്ള വാക്യങ്ങൾ അടുത്ത വാക്യമാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവകൃപ നമ്മിൽ നിന്ന് മാറിയാൽ നമ്മിൽ കയ്പുള്ള വേരുകൾ മുളയ്ക്കാൻ തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് പലരോടും ദേഷ്യവും വിദ്വേഷവും ഹല്ലേലൂയ എതിർപ്പുകളൊക്കെ കാണുമായിരിക്കും. ഇതിനെല്ലാം ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് യേശുവിൻ്റെ രക്തത്തിൽ ക്യാൻസൽ ചെയ്യണം. നമുക്ക് ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് വലിയൊരു അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ആഴം പറയാം. ഹല്ലേലൂയ. ഈ അസൂയയുടെ ശക്തിയും ഈ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നും നമുക്ക് തകർച്ചകൾ മാത്രമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ജോലിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വിവിധ ജോലിയിൽ കയറിയിട്ടും സക്സസ് ആകാത്ത ഒരു സഹോദരി ഒരു ജോലിയിൽ ചെന്ന് 2 മാസം കൊണ്ട് ആ ജോലിയിൽ ഭയങ്കര ഉയർച്ചയായി. പക്ഷേ അവൾ 2ാമത്തെ മാസത്തെ സാലറി മേടിച്ചിട്ട് മാനേജറിനോട് പറയുകയാണ്, ഞാൻ റിസൈൻ ചെയ്യാണ് സാറേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മാനേജർ ചോദിച്ചു, എന്തുകൊണ്ട്? നീ നല്ല പെർഫോമൻസ് ആണല്ലോ ചെയ്തത്. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഈ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം എന്നെ എതിർക്കുന്നവരും എന്നെ മാറി നിന്ന് കുറ്റം വിധിക്കുന്നവരുമാണ്. അതുകൊണ്ട് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. മാനേജർ അവളോട് പറഞ്ഞു, നീ പോവുകയാണല്ലോ, ഒരു കാര്യം ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവളോട് പറഞ്ഞു, ഈ പുറത്തിരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ വാതിലിരിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരണം. ആ വെള്ളം എടുത്തിട്ട് എൻ്റെ ഈ ഓഫീസിന് ചുറ്റും 3 പ്രാവശ്യം നീ നടക്കണം. നമ്മുടെ ഓഫീസിനകത്തോട് നടക്കേണ്ടത്. മറ്റുള്ളവരെ ആരെയും നീ ശ്രദ്ധിക്കരുത്. ഒറ്റ കാര്യം നീ ചെയ്യാവുള്ളൂ, വെള്ളം നിറച്ചെടുത്തിരിക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും താഴെ പോകരുത്.
ഹല്ലേലൂയ. അവൾ കരുതിയത് എന്തുപോലെ പോവുകയാണ്, അതിന് മുമ്പേ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അറിയാം, അതുകൊണ്ട് പറഞ്ഞത് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ആ സഹോദരി അത് ചെയ്തു. 3 പ്രാവശ്യം നടന്നു. 3ാമത്തെ പ്രാവശ്യം സക്സസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് മാനേജറിൻ്റെ അടുക്കൽ വന്നു. മാനേജർ ചോദിച്ചു, വെള്ളം പോയെന്ന് ചോദിച്ചു. ഇല്ല, വെള്ളം പോയിട്ടില്ല. ഹല്ലേലൂയ. ഇതാ മാനേജർ അവിടെ ചോദിച്ചത്, നിന്നെ ഈ ഓഫീസിലുള്ളവർ മറ്റുള്ളവർ കളിയാക്കിയതോ കണ്ടതോ ഒക്കെ നീ നോക്കിയെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നുമില്ല, കാരണം എൻ്റെ ഇമ്പോർട്ടൻസ് ഈ വെള്ളം പോകരുത് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതിനകത്തുനിന്നൊരു ഭയങ്കര ആഴമുണ്ട്. എന്ന് പറഞ്ഞാൽ നീ മറ്റുള്ളവരെ നോക്കാതെ നിൻ്റെ ദർശനത്തിൽ തന്നെ നീ ഉറയ്ക്കുമെങ്കിൽ അറിയാം, നിനക്ക് ഈ എതിരുകളെ ജയിക്കാൻ പറ്റും. അതേപോലെ ഒറ്റ പദം കൂടെയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഇത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. 11ാമത്തെ വാക്യം, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. എന്നെ കേൾക്കുന്നവർ, രാവും പകലും നമ്മെ കുറ്റം വിധിക്കുന്ന ഒരു അപവാദിയുണ്ട്. ആ അപവാദിയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും ജയം പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു ചെറിയ സാക്ഷ്യത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ പുത്തൂന്ന് വരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നായിരുന്നു. ആദ്യമായിട്ടാണ് വന്നത്. എന്നാലും പിന്നെ അതുപോലെ തന്നെ ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരന് ഒരു ഏക സഹോദരനാണ്. സഹോദരന് ഒരു മോനേ ഉള്ളൂ. അവൻ എറണാകുളത്ത് പഠിക്കാൻ പോയിരുന്നതാണ്. ഫുഡ് കഴിക്കാൻ ബൈക്കിനകത്ത് 3 കുഞ്ഞുങ്ങളുമായിട്ട് പോയിരുന്നപ്പോൾ ടിപ്പർ വന്നിടിച്ച് അതിൽ 3 കുഞ്ഞുങ്ങളും റോഡിൽ വീണ്. അതിലൊരു കുഞ്ഞ് തൽക്ഷണം മരിച്ചുപോയി. ഒരു കുഞ്ഞ് കോമ സ്റ്റേജിൽ കിടക്കുന്നു. എൻ്റെ സഹോദരൻ്റെ മോന് വെന്റിലേറ്ററിലായിരുന്നു. ഞാൻ പിന്നെ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ റോയി പാസ്റ്റർ പറഞ്ഞു, സഹോദരിയോട് ഭവനത്തിലൊരു വിടുതലുണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു 2:30 ആയപ്പോൾ ഞാൻ എൻ്റെ എല്ലാവരും എറണാകുളത്തുണ്ട്. പിന്നെ രാജഗിരി ഹോസ്പിറ്റലിലാണ്. മോന് 20 വയസ്സുണ്ട്. അവൻ സംസാരിക്കുന്നൊന്നുമില്ല. വായിക്കൂടെ മൂക്കിൽ ഒക്കെ ട്യൂബ് ഇട്ട് അവന് കിടന്ന് ആകെ വയലൻ്റ് ആവുമായിരുന്നു. ഇവിടെ നിന്ന് ചെല്ലുന്നതിന് മുമ്പേ എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. ഞങ്ങൾക്ക് 5 പെങ്ങന്മാരിലൊരു സഹോദരനുള്ള സഹോദരൻ്റെ മോനാണ്. അങ്ങനെ സഹോദരനാണ്. അങ്ങനെ പിന്നെ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ ഇതുപോലെ സംസാരിച്ച് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു 2 മണിയായപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒത്തിരി വ്യത്യാസമുണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറി സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് കർത്താവിനെ ഈ സഹോദരിക്ക് വേണ്ടി ദൈവം ചെയ്തത് സാധാരണ കാര്യമല്ല. ഞാൻ ഈ സഹോദരിയോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇതൊരു അത്ഭുത സാക്ഷ്യമായിരിക്കും, അവരോടും കൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കര ഉയർത്തി. ആ സഹോദരി ദൈവത്തോടുള്ള നന്ദിയുള്ളത് കൊണ്ടാണ് പുത്തൂരിൽ നിന്ന് രാവിലെ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ അകലെ ഇത്രയും ദൂരം ഒന്ന് ഓടി വന്ന ഈ സഹോദരിക്കായിട്ട് ഞങ്ങൾ 1000 നന്ദി, ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, അങ്ങേക്ക് മാത്രമാണ് ഇതിന് മഹത്വം ഉള്ളത്. ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറ്റിയത്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് കർത്താവിന് നന്ദി. ഞാൻ വാഹനത്തിൽ ഇരുന്നാണ് ഒരു വാക്ക് സ്തോത്രം ചെയ്തത്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറയുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുഴുവൻ പേരും ആ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, ആ മകനെ അങ്ങ് കണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ആ മകനെ ദൈവപാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറഞ്ഞത്. എൻ്റെ സഹോദരൻ ഒരു ദിവസം തീരെ വയ്യാതെ, ഇങ്ങനെ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ആ ഒരവസ്ഥയിൽ ചേട്ടനെ എല്ലാവരും വന്ന് കണ്ടു. ചേച്ചിമാരും എല്ലാവരും വന്ന് കണ്ടു. ഞാൻ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം ഞാൻ പോയിട്ട് അവിടെ ചേട്ടന് സൗഖ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, നീ ഒന്ന് പൊക്കോ, നീ ഒന്ന് പോയിട്ട് കാണുക, അവരെന്നെ പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ചേട്ടനെ കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നിനും വയ്യ, ഇങ്ങനെ ഇരിക്കുക. ഞാനത് കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് കൊണ്ടു കൊടുത്തു. ചേട്ടന് പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പകൽ സമയത്ത് രാത്രി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി 2 മണി നേരത്തെ, എന്നിട്ടൊന്നും കുറവുണ്ടായില്ല. ഞാൻ ഈ പ്രാർത്ഥിച്ച വെള്ളം കൊണ്ടു കൊടുത്തു. ചേട്ടന് സൗഖ്യമായി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തം നമ്മുടെ മേളിൽ തളിക്കപ്പെട്ടാൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ മേളിൽ വെളിപ്പെട്ടാൽ, പലതും ഇപ്പോൾ ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗശക്തികൾ
നമ്മെ അവകാശം പറഞ്ഞിരിക്കുന്ന എതിർപ്പുകളെല്ലാം ഇപ്പോൾ മാറിപ്പോകും. നമുക്ക് പുതിയതാകാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിന് നമ്മെ നീതീകരിക്കാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിന് നമ്മെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിന് നമ്മെ ഉയർത്താൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയും. എങ്കിലും ഒന്ന് കണ്ണുകൾ ഉടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അസൂയയുടെ ശക്തിയാൽ വലഞ്ഞുപോയ, തകർന്നുപോയ, മുമ്പോട്ട് പോകാൻ പറ്റാതായിപ്പോയ അനേക കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, തലമുറകൾ എന്നെ ശ്രദ്ധിക്കുന്നു. കർത്താവേ, ഞാനിപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം തളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവർ സ്വതന്ത്രരാകട്ടെ. ഇവരെ നഷ്ടപ്പെട്ടുപോയ ജോലി, നഷ്ടപ്പെട്ടുപോയ ആരോഗ്യം, നഷ്ടപ്പെട്ടുപോയ സന്തോഷം, ഇതെല്ലാം ഈ മിനിറ്റിൽ ദൈവം മടക്കി കൊടുക്കണമേ അപ്പ. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ക്ലെയിം ചെയ്യുകയാണ്. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കർത്താവെ, അനേകരെൻ്റെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. മിനിയെന്ന് കാണിക്കുന്ന സകലതും ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. വിനോദിന് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ശ്യാമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മകൾ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഈ സമയത്ത് തന്നെ കർത്താവെ ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സന്തോഷം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സന്തോഷത്തിന് വേണ്ടി ഒരു വിടുതൽ അയക്കണമേ അപ്പ. കർത്താവെ, സാജു ബ്രദറിന് ആ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ ശ്വാസം മുട്ടലിലും ഉദര പ്രശ്നമായ രോഗങ്ങളിലും ഒക്കെ ഭാരപ്പെടുന്നുണ്ടല്ലോ അപ്പ. യേശുവിൻ്റെ രക്തത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ രക്തം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ തലമുറകൾ അനുഗ്രഹത്തിലേക്ക് വരട്ടെ. ഇവരുടെ രോഗങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ ക്യാൻസലാകട്ടെ. കർത്താവിൻ്റെ വലിയ കരം ഇവരത്തോട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ഫ്രീ ആകട്ടെ. കർത്താവിൻ്റെ ശക്തി ഇവരുടെ മേളിൽ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എന്നെ കേൾക്കുന്നവരെ താഴെ കാണുന്ന 811 എന്ന് കാണിക്കുന്ന നമ്പറിലേക്ക് വേഗത്തിൽ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും പറയണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ 9072 എന്ന് കാണുന്നത് വാട്സപ്പാണ്. വാട്സപ്പിൽ എന്നെ പ്രതികരിച്ചാൽ, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ഇന്ത്യൻ സമയം 6 മണിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ കടന്നു വരണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. കേരളത്തിൽ പലയിടങ്ങളിൽ നമുക്ക് ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് അധികത്തിൽ നിങ്ങളെ മാനിക്കട്ടെ, അധികത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണമേ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.